നമ്മൾ ആ പെണ്ണിനെ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ചേച്ചിയെ ഞാൻ കളിച്ചത് ഓർമ്മ വരുന്നു. ഞാൻ വിചാരിച്ച പോലല്ല. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടാ? എങ്ങനെയുണ്ട്? എനിക്കിഷ്ടായി. ഞാൻ എന്തിനൊക്കെ സമ്മതിച്ചു? എനിക്കെന്തോ പോലെ. പറ, എനിക്കൊന്ന് കേക്കണം. പറഞ്ഞോളൂ, ധൈര്യത്തിൽ പറഞ്ഞോളൂ. എന്നെ ചേട്ടാ കളിച്ചതല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു? ഇവൻ വെറുതെ പറയരുത്, അത് നല്ല കുട്ടിയാ. ചേച്ചി ഒരു പെണ്ണിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ത് പണിയാണ്? വൃത്തികെട്ടവനെ, നിനക്ക് നാണല്ലടാ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? ചേട്ടൻ എന്ത് ചെയ്തു കൊടുത്തിട്ടാ ചേട്ടന്റെ ഭാര്യക്ക് മക്കളുണ്ടായേ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ചേട്ടന്റെ പെണ്ണുപിള്ളക്ക് അവിടെ എന്ത് ചെയ്യുമ്പോഴാണ് പെണ്ണുപിള്ളക്ക് ഇഷ്ടം? വേണ്ടായിരുന്നു. അവൻ അത് ചെയ്തു കൊടുത്തിട്ടാണ് അവന്റെ പെണ്ണുപിള്ളക്ക് ഇൻട്രസ്റ്റ് ആയത്. എന്തോ ഞാൻ എന്താ പറഞ്ഞു? ആണുങ്ങൾ പോയി കിടന്നത് ഭാര്യക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരാണ് ഒരു സ്ത്രീയുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ഏത് പെണ്ണുങ്ങൾക്കും കണ്ടുപിടിക്കാൻ പറ്റും. അത് അവരെ സാധനം നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും. ചുമ്മാ സത്യം. ഒരു ഉമ്മ തരുവോ? മുടി ബാക്കിലോട്ട് ഇടും. മുടി ബാക്കിലോട്ട് ഇട്ടാൽ കൊതിപ്പിക്കല്ലേ ഭഗവാനെ. ഒന്ന് നൈസായിട്ട് താഴ്ത്തുമോ? അത്രയും വേണോ? വേണം. ഒരു പെണ്ണിനെ വളയ്ക്കാൻ എന്താ ഐഡിയ ബിജി? ഞാൻ പറയട്ടെ? പറയടി. പെണ്ണിനെ വളയ്ക്കാൻ ജാക്കി വെച്ചാൽ മതി, വളയും. ബസ്സിൽ കേറുമ്പം ഇങ്ങനെ മുട്ടി നിക്കുക, എന്നിട്ട് ഇങ്ങനെ സാധനം പൊന്തി നിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരസി കൊടുക്കുക. അപ്പൊ ഏതൊരു പെണ്ണിന് നല്ല മൂടാവും. എന്റെ കൺട്രോള് പോയി നിൽക്കുക. ബാക്കിൽ കൂടെ ഇങ്ങനെ ഒരസ. ഞാനൊക്കെ എത്ര അനുഭവിച്ചിട്ടുണ്ട്. പെണ്ണ് വീഴും. ഓക്കെ, താനല്ലേ പറഞ്ഞ എനിക്ക് വയസ്സായി, സൗന്ദര്യമില്ല, പെണ്ണ് കിട്ടില്ല എന്നൊക്കെ. നല്ല കിളി പോലത്തെ ഒരു സുന്ദരി പെണ്ണ് ഇന്ന് എന്റെ ചൂണ്ടയിൽ കൊത്തി.